ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ്ഗ് മസാല നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ 2 നൂഡിൽസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മസാല, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൂഡിൽസിൻ്റെ മസാല ശരിയാക്കുക. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. മസാല ഇട്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. നമ്മൾ മാഗി ഉണ്ടാക്കണ കാരണം ഓയിലാണ് കേട്ടോ ചേർക്കണത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ മതി. ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സവോള ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് കിട്ടണമെന്നൊന്നുമില്ല, ഒന്നിങ്ങനെ വഴണ്ട് കിട്ടിയാൽ മതി. നന്നായി വഴറ്റിയെടുക്കണ്ട, സിമ്മിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഈ 2 പച്ചമുളക് ചേർക്കാം. ചെറിയ 2 പച്ചമുളക്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ, നല്ല പഴുത്ത തക്കാളിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. ഒരു ടീസ്പൂണ്, ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂണ് ചിക്കൻ മസാല. നന്നായി ഇളക്കി കൊടുക്കുക. ആ ചിക്കൻ മസാലയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ഒരു മണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്, കൂടുതൽ ചേർക്കണ്ട, ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മസാലേനെ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ചിക്കിയെടുക്കുക. മുട്ടനെ ഒന്ന് ചിക്കിയെടുക്കുക. നമുക്ക് മാഗിയിൽ ഉപ്പുണ്ടാവും, അപ്പോൾ നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ നോക്കണം, മാഗിയിൽ ഉപ്പുള്ളതാണ്. ഒരു നുള്ളു ഉപ്പ് നമ്മൾ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ മസാലയൊക്കെ കൂടി മുട്ടനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. മസാലയും മുട്ടയും
നമുക്ക് ഈ മസാല ഇതൊന്ന് എടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് മസാല ഇടുക. നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാറ്. നമ്മൾ ഇതിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കണേ. 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിനൊഴിച്ച ഈ ഗ്ലാസ്സിന്. നമുക്കിതിലേക്ക് ഒരു ലേശം നെയ്യിട്ട് കൊടുക്കുക. മാഗി പൊട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ മാഗിന് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ മുട്ട മസാല ഉണ്ടാക്കിയാൽ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കണ. ഒരു പാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് മാഗിയുടെ മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ 2 മാഗിയാണ് എടുത്തത്. അപ്പോൾ 2 മാഗിയുടെ മസാല ഇടും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ട മസാല ഇതിലേക്ക് ചേർക്കുക. നമുക്കിതിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മാഗി എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.